ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാ ഡ്രസ്സിൻ്റെയും വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇടുന്ന പോലെയാണ് ബേബി ഡ്രസ് ഹോൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഒത്തിരി വീഡിയോസ് ഇപ്പം ഒത്തിരി ബേബി ഹോൾ വീഡിയോസ് ചെയ്തു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം ഒന്ന് എൻ്റെ ചാനലിലുണ്ട്, എല്ലാ വീഡിയോസും എൻ്റെ ചാനലിലുണ്ട്, ഒന്ന് പോയി കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ യെസ് ബേബി ഡ്രസ് ഹോൾ തന്നെയാണ്. ഇന്ന് വീഡിയോ എടുക്കുന്നത് ഗേൾസിന്റെ മാത്രമായിട്ടാണ് കേട്ടോ, ബോയ്സിന്റെ ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ ഗേൾസിന്റെ മാത്രമുള്ള ഡ്രസ്സസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ബേബി ഗേളിന് വേണ്ടിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡ്രസ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഇതൊന്ന് കണ്ടു നോക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. അങ്ങനെ വല്ലാണ്ട് വൈഡാക്കി നീട്ടി പരത്തിയൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല, പെട്ടെന്ന് തന്നെ തീർക്കാം. അപ്പോൾ ബേബി ഗേൾസ് ഡ്രസ്സാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് ചിലതൊക്കെ അൺബോക്സ് ചെയ്തു, ചിലതൊന്നും അൺബോക്സ് ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഡ്രസ്സിൻ്റെ പിക്ചർ ഞാൻ അവിടെ കാണിക്കാം. എക്സാക്റ്റ് അതേപോലത്തെ ഡ്രസ്സാണോ എന്ന് ചോദിച്ചാൽ എവിടേക്കോ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതാണ് ഡ്രസ്സ് വന്നിട്ട്. ഈ പിക്ചർ കണ്ടിട്ട് നിങ്ങളിത് നേരിട്ട് ഈ ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസം പോലെ തോന്നാം. വ്യത്യാസങ്ങളായിട്ടൊന്നുമില്ല, പക്ഷേ ആ പിക്ചറിൽ എക്സാക്റ്റ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സായിരുന്നു. പക്ഷെ അത്രയൊന്നും എനിക്ക് ഈ ഡ്രസ്സ് കണ്ടപ്പോൾ തോന്നിയില്ല. പക്ഷെ അങ്ങനെ മോശം പറയാനുമില്ല, ഭംഗിയുണ്ട്, ക്യൂട്ടാണ്. ഈ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഈ കളർ കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ബട്ടർഫ്ലൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സിബ് ഉണ്ട് കേട്ടോ, സിബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കോളർ വന്നിട്ട് ഇത് ഈ ഒരു കോളർ, ഇങ്ങനത്തെ ടൈപ്പ് കോളറാണ് വന്നിട്ടുള്ളത്. പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത്, ഷോർട്ട് പഫ് സ്ലീവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ മെറ്റീരിയലിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് നെറ്റ് എന്നാണ്. നെറ്റ് മാത്രമല്ല കേട്ടോ ഇതില്, ഇവിടെ വന്നിട്ട് ഒരു ഇവിടെ ഒരു ഭയങ്കര കട്ടിയുണ്ട്, ഒരു കുഷൻ ടൈപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി എന്താ പറയാ, കാണാനുള്ള ഭംഗിക്കായിരിക്കും കേട്ടോ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ചെറിയൊരു കുഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വെൽവെറ്റ്, ഒരു പോളിസ്റ്റർ മിക്സഡ് ഒക്കെ പോലത്തെ ഒരു മെറ്റീരിയൽ ആണെന്ന്. ഇതിന്റെ മെറ്റീരിയൽ എന്താന്ന് അവരവിടെ കൊടുത്തിട്ടില്ല. പിന്നെ എൻ്റെ ഒരു ഊഹാപോഹത്തിൽ ഞാൻ പറയാണ്, ഈ ഒരു ഫ്രോക്കിന്റെ പ്രൈസ് വന്നിട്ട് 192 റുപ്പീസ് ആണ്. അപ്പൊ ആ 192 റുപ്പീസിന് വേർത്ത് ആണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും വേർത്ത് ആണ്, അടിപൊളിയാണ്. മസ്റ്റ് ബൈ ആണെന്നൊന്നും ഞാൻ പറയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് വാങ്ങുക. പിക്ചർ കാണുന്നത് നോക്കിയിട്ട് ഇതും നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു എന്നുള്ളത് നോക്കുക. എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ച അത്ര ഭംഗിയൊക്കെ തോന്നില്ല. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല, ഇവിടെ ഒരു പഴയ ടൈപ്പ് പോലെ ഇത് ഫീൽ ചെയ്യുന്നുണ്ട് കാണുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഇത് വാങ്ങുക. പിന്നെ ഈ ഡ്രസ്സിന്റെ ഇത് വന്നിട്ട് സൈസ് വന്നിട്ട് 0 to 3 month തൊട്ടിട്ട് 4 to 5 years വരെ ഇതിന്റെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിലുള്ള ഗേൾസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി കൊടുക്കാവുന്നേ ഉള്ളൂ. രണ്ടാമത്തെ ഡ്രസ്സാണ് ഇത്. ഇത് വന്നിട്ട് ഞാൻ അൺബോക്സ് ചെയ്ത ഡ്രസ്സാണ്. ഇതിന്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാം. കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ, ഇത് നോർമൽ ഒരു ടീഷർട്ടാണ്, ഫുൾ സ്ലീവ് ടീഷർട്ടാണ് വന്നിട്ടുള്ളത്. ഈ അറ്റത്തൊക്കെ കുറച്ചും കൂടി വേറൊരു തിക്കായിട്ടുള്ള മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. അത്ര തിക്കൊന്നും അല്ല എങ്കിലും കുഴപ്പമില്ല. പിന്നെ റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല മെറ്റീരിയൽ ആണ്, നല്ല ഓക്കെ ഫൈൻ, നല്ല പിടിക്കാനും ഇട്ട് കൊടുക്കാനും ഒക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിനെ പെയർ ചെയ്തിട്ട് വന്നിട്ടുള്ളത് ഈ പാൻറ്റാണ്. ഓക്കെ, ഈ പാൻറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊരു ടൈപ്പ് പാറ്റേൺ, നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ടൈപ്പ് പാറ്റേൺ തന്നെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. നമ്മുടെ ക്യാഷിന് വേർത്ത് ആയിട്ടുള്ള ക്വാളിറ്റി ആണ് കേട്ടുള്ളത്. പിന്നെ എനിക്കെടുത്ത മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, മിസ്റ്റേക്ക് അല്ല, ഞാൻ എടുത്തിട്ടുള്ള സൈസ് 1 to 2 years ആയിരുന്നു. പക്ഷെ വന്നപ്പോൾ നല്ല ഒരു 2 to 3 years വരെ സൈസ് തോന്നിക്കുന്ന ടൈപ്പുള്ള ഡ്രസ്സാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് എന്തായാലും എൻ്റെ മോൾക്ക് ഫിറ്റ് ആവത്തില്ല.
അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളിത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു 1 ഇയർ സൈസോളം കുറച്ചിട്ട് മേടിച്ചാൽ മതി. കാരണം എനിക്ക് അബദ്ധം പറ്റിയതല്ല, ഞാൻ സൈസ് കറക്റ്റ് തന്നെ കൊടുത്തത്. പക്ഷേ അവർ കുറച്ചും കൂടി ലെങ്ത്തിലാണ് ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ചിട്ട് നിങ്ങൾ മേടിക്കാൻ ശ്രദ്ധിക്കണം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 260 രൂപയാണ്. 260 രൂപക്ക് വേർത്ത് ആയിട്ടുള്ള ഡ്രസ്സാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ലതുണ്ട്. ഞാൻ പറഞ്ഞ സൈസ് ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ മേടിക്കുന്നതിൻ്റെ 1 ഇയർ കുറച്ചിട്ട് വേണം മേടിക്കാൻ കേട്ടോ. ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള 1 to 2 ഇയേഴ്സ് തൊട്ടിട്ട് 11 to 12 ഇയേഴ്സ് വരെ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആണ്. അപ്പോൾ വലിയ പ്രായക്കാർക്ക് എന്താണ് ഇതിൻ്റെ സൈസിനെ കുറിച്ചിട്ട് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇപ്പോൾ പറഞ്ഞത് 1 to 2 ഇയേഴ്സ്, 2 to 3, 4 to 5 ഒക്കെ ആണെങ്കിൽ ഒരു 1 ഇയർ കുറച്ചിട്ട് നിങ്ങൾ മേടിച്ചാൽ നിങ്ങൾക്ക് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കങ്ങനെ വന്നത്. ഇനി അത് അവർക്ക് മിസ്റ്റേക്ക് പറ്റിയാണെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ഇതിലും ഒക്കെ ചെക്ക് ചെയ്തു. ഇതിലൊക്കെ 1 to 2 ഇയേഴ്സ്, ഇതിലൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. ഞാൻ ടൈപ്പ് ചെയ്തതിന് മിസ്റ്റേക്കാണ്, പക്ഷെ ഇതിലൊക്കെ 1 to 2 ഇയേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇത് കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിമേ കോട്ടൺ തന്നെയാണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ ഇത് കോട്ടൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കോട്ടൺ ബ്ലെൻഡ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കോട്ടൺ ബ്ലെൻഡ് ആണ്. ഇട്ട് കഴിഞ്ഞാലും കുട്ടികൾക്കും ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടത്. പിന്നെ ഇതിൻ്റെ പാറ്റേൺ വന്നിട്ട് പ്രിന്റഡ് ആണ്. അപ്പം അത്രേ ഉള്ളൂ ഈ ഡ്രസ്സിനെ കുറിച്ച് പറയാൻ. ഇനി എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഞാൻ എടുത്തിട്ടുള്ള സൈസ് 1 to 2 ഇയേഴ്സ് ആണ്. ഓക്കെ, മൂന്നാമത്തെ ഡ്രസ്സ് നോക്കാം. മൂന്നാമത്തെ ഡ്രസ്സ് വന്നിട്ട് നേരത്തെ ഞാൻ കാണിച്ച അതേപോലത്തെ ഡ്രസ്സാണ് ഇത് വന്നിട്ട്. പക്ഷെ അതിനേക്കാൾ ഒന്നുകൂടി ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നി കേട്ടോ. ഇതും ഞാൻ പറഞ്ഞ പോലെ നല്ല ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത്. അതായത് 1 to 2 ഇയേഴ്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ള സൈസ്. പക്ഷേ വന്നത് 1 to 2 ഇയേഴ്സിൻ്റെ സൈസ് അല്ല. അപ്പം നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരു സൈസ് കുറച്ചിട്ട് വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ ഫോട്ടോ ഞാൻ ഇതവിടെ കൊടുക്കാം കേട്ടോ. 253 രൂപയാണ് ഈ ഡ്രസ്സിൻ്റെ പ്രൈസ് വന്നിട്ട്. അതിനേക്കാൾ വേർത്താണ്, കാരണം ഒരു 300 സംതിങ് റുപ്പീസിൻ്റെ ഒക്കെ മുതലുണ്ട് കേട്ടോ ഈ സാധനം. ഡ്രസ്സ് 1 to 2 ഇയേഴ്സ് തൊട്ടിട്ട് 9 to 10 ഇയേഴ്സ് വരെ അവൈലബിൾ ആണ്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ പാറ്റേൺ വന്നിട്ട് പ്രിന്റഡ് ആണ്. നല്ല ക്യൂട്ടായിട്ട് തോന്നി. റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. ഫുൾ സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. എൻഡിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്യൂട്ടാണ്. ഫുൾ സ്ലീവ് ആയിട്ട് ഇരിക്കുമ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. പിന്നെ താഴെയും അതേപോലത്തെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ പാൻറ്റിൻ്റെ താഴെയും ഇതുപോലൊരു പീസ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇലാസ്റ്റിക് ആണ് പാൻറ്റ് വന്നിട്ട്. ഇലാസ്റ്റിക് ആവുമ്പോൾ നമുക്ക് മക്കൾക്ക് ഇട്ട് കൊടുക്കാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഡ്രസ്സിനെ കുറിച്ച് പറയാം. ഇതാണ് ലാസ്റ്റ് ഡ്രസ്സ് വന്നിട്ട്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. ഇതാണ് ട്രൗസറാണ്, പക്ഷെ സ്കേർട്ട് പോലെ തോന്നിക്കുന്ന രൂപത്തിലുള്ള ട്രൗസറാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ വന്നിട്ട് ഇതാണ് ഇതിൻ്റെ ടീഷർട്ട് വന്നിട്ട്. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഇത് വാഷ് ചെയ്താൽ പോകുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ എന്തായാലും വാഷ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഞാൻ പറയാം. കാരണം അത് തൊടുമ്പോൾ നമുക്കത് വേറൊരു ടൈപ്പിൽ ഒരു പെയിൻറ്റിൽ തൊട്ട പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ വാഷ് ചെയ്താൽ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ എന്തായാലും ഇത് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അറിയിക്കുള്ളൂ. അല്ലെങ്കിൽ വാഷ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മൊത്തത്തിൽ ബേബി ഡ്രസ്സിൻ്റെ വേണമെങ്കിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ ഇതും ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ അതിൻ്റെ സ്ലീവിൻ്റെ നോക്കാം. സെൻട്രൽ പോർഷനിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്, എൻഡിലും ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിട്ടാ. പിന്നെ ബാക്കിലൊരു ചെറിയ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ ട്രൗസേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. പാറ്റേൺ വന്നിട്ട് പ്രിന്റഡ് ആണ്. നല്ല ഭംഗിയുണ്ട്. മൊത്തത്തിൽ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എൻ്റെ ഈ ഡ്രസ്സിന് നന്നായിട്ട് പെയറായിട്ട് തോന്നുന്നു. അപ്പം ഞാൻ ഇതിലേക്ക് കോംബോ ആയിട്ട് അവളിടാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഈ ഒരു ഡ്രസ്സിൻ്റെ വില എന്ന് പറയുന്നത് 230 രൂപയാണ്. 230 രൂപക്ക് വേർത്ത് ആയിട്ടുള്ള സാധനം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്. ഇത് വന്നിട്ട് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയലും ഇതും പ്ലെയിൻ കോട്ടണും ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എൻ്റെ വീഡിയോസ് ഇതുവരെ ക്ഷമിച്ച് കണ്ടു നിന്ന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. പിന്നെ വീഡിയോസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബേബി ഡ്രസ്സിൻ്റെ
വാഷ് ചെയ്തിട്ടുള്ള റിവ്യൂ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ എല്ലാവരും ഒരുവിധം ഡ്രസ്സൊക്കെ പഴയതായി പോയിട്ടുണ്ട് കേട്ടോ. ഇവളത് ഓൺലൈനിൽ നിന്ന് എടുത്ത ഡ്രസ്സിൽ ഒരുവിധമൊക്കെ പഴയതായി പോയിട്ടുണ്ട്. പിന്നെയും ലാസ്റ്റ് ഞാൻ കാണിച്ച ഗ്രീനാണ് ഇപ്പോഴും ഒന്നുകൂടി അതേപോലെ ഇടുന്നത്. പിന്നെ കുട്ടികളുടെ ഡ്രസ്സല്ല, നമ്മൾ ഒത്തിരി തവണ അവർക്ക് യൂസ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ താങ്ക് യു സോ മച്ച്, 1K സബ്സ്ക്രൈബർ ആയി. അപ്പോൾ ഒത്തിരി സന്തോഷം. എക്സ്പെക്റ്റേ ചെയ്യാത്തതാണ്. ഞാൻ ആരോടത്തും ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് അങ്ങനെ ആരെടുത്തും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യ് എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് കൂടുതലും. ഞാൻ വീഡിയോസിൽ പറയാറുണ്ട് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന്. അത് ഇഷ്ടപ്പെട്ടവർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ എന്നറിയാം. ഒരു കമൻറ്റിൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പേഴ്സണൽ, എൻ്റെ പേരിനെ കുറിച്ചിട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അറിയിക്കാറുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. എന്നെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു, എന്നെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം. പിന്നെ ഇതേപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് വീഡിയോസ് എൻ്റെ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം പോയി ഒന്ന് കാണുക. പിന്നെ എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ വീഡിയോസ്, ഇങ്ങനത്തെ കുട്ടികളുടെ വീഡിയോസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയതല്ല എങ്കിൽ വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.